ടെക് ഗൈസ്, നമുക്ക് ഇന്നൊരു ബീസ്റ്റ് ഫോണിനെ പറ്റി സംസാരിച്ചാലോ? ഷവോമി 15 പറ്റി. അപ്പോൾ ഷവോമി 15 പറ്റി പറയുകയാണെങ്കിൽ 3 കളർ വേരിയന്റ് ആണ് തന്നിരിക്കുന്നത്. ബ്ലാക്ക്, ഗ്രീൻ ആൻഡ് വൈറ്റ്. 191 grams ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് അത്രയും വെയിറ്റ് ഉള്ള ഫോണല്ല. നമ്മുടെ കംഫർട്ട് ആയിട്ട് ഇരിക്കുന്ന സാധനമാണ്. തിക്നെസ് വന്നിട്ട് 8.08 mm ആണ്. അത് വലിയൊരു തിക്നെസ് അല്ല, എങ്കിലും കുഴപ്പമില്ല. ഇത് റേറ്റ് വന്നിട്ട് 64,999 ആണ്. പക്ഷെ കാർഡ് ഓഫറിൽ നമുക്ക് 5,000 rupees ഓഫ് ആയിട്ട് കിട്ടും. ഇത് സെല്ല് ചെയ്യുന്നത് ആമസോണിലും MIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുമാണ്. ഇല്ലെങ്കിൽ MIയുടെ സ്റ്റോറിലും അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് 15 ആണ് ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ട് ഷവോമിയുടെ ഹൈപ്പർ OS 2 ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സാധനമായിരിക്കും കിട്ടുന്നത്. ഹൈപ്പർ OSന് തുടക്കകാലങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അതാത് സമയത്തുള്ള അപ്ഡേറ്റ് വഴി അതൊക്കെ തന്നെ അവർ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഹൈപ്പർ OS ഒരു നമ്മുടെ ആപ്പിളിന്റെ സോഫ്റ്റ്വെയർ കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് എന്റെ ഒപ്പീനിയൻ. 3200 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ സൺലൈറ്റിൽ പോയാലും സ്ക്രീൻ വിസിബിലിറ്റി ഈസ് വെരി ഗുഡ് ആയിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് തരുന്നത്. അതുപോലെ ക്രിസ്റ്റൽ എക്സിന്റെ അമലോഡ് ഡിസ്പ്ലേ ആണ് തരുന്നത്. അതുമാത്രമല്ല ഡോൾബി വിഷൻ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല പിക്ചർ ക്വാളിറ്റിയും കളർ ക്ലാരിറ്റിയും ആയിരിക്കും ഇതുവരെ നമുക്ക് സ്ക്രീൻ പ്രൊവൈഡ് ചെയ്യുന്നത്. HDR10+ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസിന് പകരം അവർ ഷവോമിയുടെ ഷീൽഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കമ്പനി പറയുന്നത് 10 ഇരട്ടി ഡ്യൂറബിലിറ്റി ആണ് ഈ ഷീൽഡ് ഗ്ലാസ് ബാക്കിയുള്ള ഗ്ലാസുകളിൽ നിന്ന് നിങ്ങളുടെ ഫോണിന് തരുന്നതെന്നാണ് പറയുന്നത്. അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫാസ്റ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി ഫോൺ ഉണ്ടാക്കാം. പിന്നെ എടുത്തു പറയാനുള്ളത്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും ഇത്രയും കോമ്പാക്ട് ഫോണിൽ അവർ നമുക്കൊരു ബേസ്ലെസ് ഡിസൈൻ ആണ് തന്നിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ബേസ്ലെസ് ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷെ യൂണിഫോംലി ആണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വളരെ തിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇറിറ്റേഷനോ ഡിസ്റ്റർബൻസോ സ്ക്രീൻ നോക്കുന്നതിലൂടെ വരത്തില്ല. പിന്നെ എടുത്തു പറയാനുള്ള IP68 റേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വാട്ടർ റെസിസ്റ്റന്റും ഡസ്റ്റ് റെസിസ്റ്റന്റും ആയിരിക്കും. ഒരു ചെറിയ ചാറ്റൽ മരയ്ക്കും പൊടിക്കാറ്റിനൊന്നും നിങ്ങളുടെ ഫോണിന് കുലുക്കാൻ പോലും പറ്റത്തില്ല. ഡ്യുവൽ സിം ആണ്, നാനോ സിമൂട, ഈ സിമൂട. അതുപോലെ തന്നെ വൈഫൈയുടെയും ബ്ലൂടൂത്തിന്റെയും ലേറ്റസ്റ്റ് വേർഷൻ ആണ് തന്നിരിക്കുന്നത്. Wi-Fi 6ഉം ബ്ലൂടൂത്ത് 6ഉം. അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റ് കണക്ടിവിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പ്രൊസസ്സറിനെ പറ്റി സംസാരിക്കുമ്പോൾ Qualcomm Snapdragonന്റെ 8 Elite ആണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. സ്മൂത്തും ഫാസ്റ്റും. അതുപോലെ തന്നെ 4 year സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 year സെക്യൂരിറ്റി പാച്ചും ആണ് ഫോൺ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റോറേജിനെ പറ്റി സംസാരിക്കുമ്പോൾ 12GB LPDDR5Xന്റെ റാമും അതുപോലെ 512 UFS 4.0 ഇന്റേണൽ സ്റ്റോറേജും ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഫോൺ കണ്ണുപൂട്ടി വാങ്ങാം. കാരണം ഇന്റേണൽ സ്റ്റോറേജ് ഇല്ല എന്നും പറഞ്ഞ് നിങ്ങളുടെ ഫോൺ ഹീറ്റ് ആവുകയും ഇല്ല, അതുപോലെ തന്നെ സ്ലോ ആവുകയില്ല. ബാറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ 5240 mAh ബാറ്ററിയാണ് തരുന്നത്. പക്ഷെ ആ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം നിങ്ങൾക്ക് കൂടുതൽ ബാറ്ററി ബാക്കപ്പ് തരാമായിരുന്നു. ഈ പ്രൈസ് റേഞ്ചിന് എന്തായാലും അത് തരേണ്ടതായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 0 to 100% കയറാൻ ഒരു 45 മിനിറ്റോളം ചാർജ് ഇട്ടാൽ മതിയാവും. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല. ഇനി എടുത്തു പറയാനുള്ളത് 50 MB ട്രിപ്പിൾ ലൈക്ക ക്യാമറയാണ് ഷവോമി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലൈക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ പെർഫെക്റ്റ്. മെയിൻ ക്യാമറ വന്നിട്ട് 50 MB 4:1 സൂപ്പർ പിക്സൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയ ക്യാമറ ലെൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോയ്ക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ എടുത്തു പറയാനുള്ള അൾട്രാ വൈഡ് ആംഗിൾ പോലും 50 MB ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു നല്ല കിടുക്കാച്ചി സെറ്റപ്പ് ആയിരിക്കും. എന്തിനേറെ പറയുന്നു, ഈവൻ ടെലിഫോട്ടോയിൽ പോലും 50 MB ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയാനുള്ളത്, ഇതിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ലൈക്കയുടെ സുമിലസ് ഒപ്റ്റിക്കൽ ലെൻസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഡീറ്റെയിലിങ്ങും സൂപ്പർ ആയിരിക്കും. സെൽഫി ക്യാമറ വന്നിട്ട് 32 MB
ക്യാമറയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ടിലും 4K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ഒരു സർപ്രൈസ് ഉണ്ട്, ബാക്കിൽ നിങ്ങൾക്ക് 8K വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ബട്ട് 8K 30 FPS. അത് മാത്രമല്ല, ഡോൾബി വിഷനോട് കൂടിയുള്ള വീഡിയോ റെക്കോർഡിങ്ങും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി കുറച്ച് ഹൈലൈറ്റ്സ് ആയാലോ. അത് തന്നെ ഷവോമി 15 നിങ്ങൾക്കായി തരുന്ന കുറച്ച് ഹൈലൈറ്റ്സുകൾ. ഷവോമി ഹൈപ്പർ AI ആണ് ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ AI ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഷവോമി ഒരു നമ്പർ 1 ഫോണായിട്ട് തന്നെ നിൽക്കും. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, എന്തൊക്കെ AI ഫീച്ചർ ആണ് നമ്മുടെ ഷവോമി തരുന്നതെന്ന്. എന്തൊക്കെയെന്നല്ലേ? AI റൈറ്റിംഗ്, AI സ്പീച്ച് റെക്കഗ്നൈസേഷൻ, AI ഇന്റർപ്രറ്റർ, AI സെർച്ച്, AI ഡൈനാമിക് വാൾപേപ്പർ. എന്തിനേറെ പറയുന്നു, നിങ്ങൾ എടുത്ത ഫോട്ടോ പോലും എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് AI യൂസ് ചെയ്യാം. എങ്ങനെയെന്നല്ലേ? വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇറേസ് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങളെ പിക്ചർ എക്സ്പാൻഡ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഹൈപ്പർ AI കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്പർ 2, ഷവോമിയുടെ കെയർ പ്ലാൻ. ഒരു 4000 റുപ്പീസ് ആണ് റൗണ്ട് ആയിട്ട് വരുന്നത്. എന്ന് പറയുമ്പോൾ 3999 റുപ്പീസിന് നിങ്ങളൊരു ഷവോമി കെയർ പ്ലാൻ എടുത്താൽ നിങ്ങളുടെ ഡിസ്പ്ലേ, നിങ്ങളുടെ ടച്ച് സ്ക്രീൻ, നിങ്ങളുടെ ടച്ച് പാനൽ, LCM ഡാമേജ് ഇതൊക്കെ കവർ ആവും. പക്ഷെ എടുക്കുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേണം എടുക്കാൻ. അല്ലാതെ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് ചാടിക്കേറി എടുക്കാൻ നിൽക്കരുത്. പിന്നെ 12 months വാലിഡിറ്റി ആണ് ഈ കവറേജിനുള്ളത്. അപ്പോൾ ഫൈനലി എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു നല്ല ക്യാമറ അന്വേഷിച്ച് നടക്കുന്നവരാണോ എങ്കിൽ ഈ ഫോൺ ഒരു ബീസ്റ്റ് കില്ലിംഗ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഫോണായിരിക്കും. എന്താ പറയണ്ടേന്ന് അറിയില്ല. കാരണം ഷവോമി 14 യൂസ് ചെയ്ത ഒരാളെന്നുള്ളതിലേക്ക് അത് തന്നെ ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിക്കും തരുന്നത്. അതുകൊണ്ട് തന്നെ ഷവോമി 15 അതിനേക്കാൾ മികച്ച ഒന്നേ തരുവുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് സൂപ്പർ സാധനമായിരിക്കും. നിങ്ങളൊരു ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിക്ക് ഫോൺ അന്വേഷിച്ച് നടക്കുകയാണ്, നിങ്ങൾക്കൊരു ഹൈ ബഡ്ജറ്റ് ഫോൺ തന്നെ വേണം, അല്ലെങ്കിൽ ഒരു പ്രീമിയം ബഡ്ജറ്റിലുള്ള ഫോൺ തന്നെ വേണമെങ്കിൽ ഇത് നിങ്ങൾക്കൊരു നല്ല ചോയ്സ് ആണ്. ഫോട്ടോഗ്രാഫിക്ക് മാത്രമല്ല, നിങ്ങൾ എത്ര നല്ലൊരു ഫോട്ടോ എടുത്താലും അല്ലെങ്കിൽ വീഡിയോ എടുത്താലും അതിന് ഏറ്റവും ആവശ്യം സ്പേസ് ആണ്. ഈവൻ നമ്മൾ ഐഫോണിൽ പോലും നമ്മൾ എല്ലാവരും കഷ്ടപ്പെടുന്നത് ഇത്ര ക്വാളിറ്റിയിൽ വീഡിയോ എടുത്താലും അതിനുള്ള സ്റ്റോറേജ് വളരെ കുറവാണ്. ചിലപ്പോൾ നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ട് അടുത്ത വീഡിയോ എടുക്കുമ്പോഴത്തേക്കും സ്റ്റോറേജ് ഇല്ല എന്ന് കാണിക്കും. പക്ഷെ ഈ ഷവോമി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ബെനിഫിറ്റ്, നല്ല പിക്ചർ ക്വാളിറ്റിയിൽ ഫോട്ടോ, നല്ല വീഡിയോ, പിന്നെ സ്റ്റോറേജ് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. നിങ്ങൾ എത്ര വീഡിയോസ് എടുത്താലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്റ്റോറേജ് ആണ്. അത് മാത്രമല്ല, ഇനി നിങ്ങളൊരു ഗെയിമിങ്ങിനാണ് നോക്കുന്നതെങ്കിൽ ഈ ഫോൺ ഒരു ബീസ്റ്റ് ഫോൺ ആയിരിക്കും. കാരണം ഇത്രയും സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ, ഇത്രയും നല്ലൊരു പ്രൊസസ്സർ നമുക്ക് തരുന്നത് കൊണ്ട് തന്നെ ഗെയിമൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകും. ഒരു ഹീറ്റിംഗ് പ്രോബ്ലവും ഇല്ല. നിങ്ങളൊരു നോർമൽ പേഴ്സൺ ആണ്, നിങ്ങൾക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ പോലും ഈ ഒരു ഫോൺ സൂപ്പർ ആയിരിക്കും. വാട്സാപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും എത്ര വേണോ നിങ്ങൾക്ക് റോൾ ചെയ്യാം, റീല് കാണാം, എല്ലാം ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് നല്ല പിക്ചർ ക്വാളിറ്റിയിൽ എല്ലാം കാണാൻ പറ്റും, എല്ലാം ആസ്വദിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊരു സീരിയൽ കാണാനാണെങ്കിൽ, ഒരു ഹോട്ട്സ്റ്റാർ, ഒരു IPL കാണാനാണ്, എന്താണെങ്കിലും ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് തരുന്നത് നല്ലൊരു ഡോൾബി വിഷനോടുകൂടി HDR+ 10+ വിഷൻ ആയിരിക്കും തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു കാണുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് ആണ് എനിക്കിങ്ങനെ മോട്ടിവേഷൻ തരുന്നത് അടുത്ത വീഡിയോ ചെയ്യാൻ. അതുകൊണ്ട് പ്ലീസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ.